ബ്യൂട്ടി ടിപ്പ് എന്താണ്? എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാറ്? ബ്യൂട്ടി ടിപ്പ് ഞാൻ ഒരിക്കലും നമ്മൾ വീട്ടിലുള്ള ഹോം മെയ്ഡ് സാധനങ്ങളൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല കേട്ടോ. സത്യം, ടു ബി വെരി ഓണസ്റ്റ്, ഞാൻ പ്രോഡക്ട്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഓ ശരി, അത് അത്ഭുതമാണ് കേട്ടോ. സാധാരണ എല്ലാരും പറയുന്നതല്ലേ, കാരണം എനിക്കത്ര സമയമില്ല. അത്രയും സമയമില്ല. പേഷ്യൻസ് വേണമല്ലോ, നമുക്കൊരു ക്ഷമ വേണം അതൊക്കെ ചെയ്യാൻ. എനിക്ക് എന്തെങ്കിലും റെഡിമെയ്ഡ് ആയിട്ട് ഇന്ന കോമ്പിനേഷൻ ഉണ്ടെന്ന് കാണുമ്പോൾ, ഇപ്പൊ മഞ്ഞളും ഇതിന്റെ ഒരു കോമ്പിനേഷൻ ഉള്ള ഒരു ഫേസ് വാഷ് കിട്ടിയാൽ ഞാൻ അതായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ സ്കിൻ കെയർ പ്രോഡക്ട്സ് തന്നെ കൂടുതലും യൂസ് ചെയ്യുന്നത്. എനിക്കിഷ്ടമുള്ള കുറച്ച് ബ്രാൻഡ്സ് ഒക്കെ ഉണ്ട്, അതിൽ നിന്നൊക്കെ ഞാൻ യൂസ് ചെയ്യും. അല്ലാതെ ഈ ഹോം മെയ്ഡ് സാധനങ്ങളൊന്നും ഞാൻ ചെയ്യാം. എനിക്ക് വയ്യ. നല്ല സ്കിന്നാണ്. ഞാൻ അടുത്ത് നിൽക്കുമ്പോൾ നമ്മള് ഇതിൽ കാണുമ്പോൾ ആൾക്കാർക്ക് അറിയില്ല, ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ. മേക്കപ്പ് ഇടാതെ തന്നെ നല്ല സ്കിന്നാണ്. അപ്പൊ എങ്ങനെയാ റുട്ടീൻ ഒന്ന് പറഞ്ഞു കൊടുക്കൂ, കേക്കട്ടെ. ഞാൻ എല്ലാം ചെയ്യാറുണ്ട്. മേക്കപ്പിന് മുമ്പും മേക്കപ്പിന് ശേഷവും ഞാൻ സീറംസ് യൂസ് ചെയ്യും, മോയ്സ്ചറൈസർ യൂസ് ചെയ്യും, സൺസ്ക്രീൻ യൂസ് ചെയ്യും. പിന്നെ മേക്കപ്പ് ഉറപ്പായിട്ട് ഇടും കേട്ടോ. അത് വലിയ മേക്കപ്പ് ഇല്ലെന്നുള്ളൂ, എന്നാലും മേക്കപ്പ് ഒക്കെ ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കവർ ചെയ്യാനുള്ളതൊക്കെ ചെയ്യും കൃത്യമായിട്ട്. രാവിലെ രാത്രിയും സ്കിൻ കെയർ ഉറപ്പായിട്ടും ചെയ്യും. 30 വയസ്സ് കഴിഞ്ഞില്ലേ, അതുകൊണ്ട് പെട്ടെന്ന് വയസ്സാവാൻ ചാൻസ്. ഹെയർ ഞാൻ അങ്ങനെ ഷാംപൂ കണ്ടീഷണർ അതല്ലാതെ ഒരു ഭയങ്കരമായ ഹെയർ കെയർ ഒന്നും ചെയ്യാറില്ല. കാരണം നമ്മളെപ്പോഴും സലൂണിൽ പോയി ബോട്ടോക്സ് ഒക്കെ ചെയ്യുന്നതല്ലേ, ഹെയറിന് സ്ട്രൈറ്റനിങ് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ വേറെ കൂടുതൽ പരീക്ഷണം ചെയ്യേണ്ടി വരും. അതെങ്ങനെയാണെങ്കിലും നല്ല സ്മൂത്ത് ആയിട്ട് കിടക്കും. അതെങ്ങനെ പോയി ചെയ്യുന്നത് ട്രീറ്റ്മെന്റ്സ് ചെയ്യും, ഹെയറിൽ ചെയ്യും. എനിക്ക് നാച്ചുറൽ ഹെയർ അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് സലൂണില് ട്രീറ്റഡ് ഹെയർ ആണ് ഇത്. അമ്മ മോളാണ്, എപ്പോഴും അമ്മയുടെ കാര്യം പറയാറുണ്ട്, എപ്പോഴും അച്ഛന്റെ കാര്യം. അന്ന് ഇവിടെ വന്നപ്പോ അച്ഛനെ കുറിച്ച് വാദോരാതെ സംസാരിക്കുകയും ചെയ്തിരുന്നു. ഈ അവരിൽ നിന്നൊക്കെ കിട്ടിയത് മീൻസ് ഏറ്റവും കൂടുതൽ കൊണ്ടു നടക്കുന്ന മൂല്യങ്ങൾ എന്താണെന്നാണ് വിചാരിച്ചിട്ടുള്ളത് അച്ഛന്റെ അമ്മയുടെ? അച്ഛന്റെ അടുത്ത് നിന്ന് ഡെഫിനറ്റ്ലി നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഞാൻ ഡിപ്രസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുമെങ്കിൽ ഞാൻ ആദ്യം ആലോചിക്കുന്ന അച്ഛനെ തന്നെ ആയിരിക്കും. ബിക്കോസ് ഡാഡി അങ്ങനെ ഇരുന്ന് ഞാൻ കണ്ടിട്ടേ ഇല്ല. ഒരു വിഷമൊക്കെ വരുമായിരിക്കും അച്ഛന്, പക്ഷെ അതൊരു 5 മിനിറ്റ്സിന്റെ മുകളിൽ അതിങ്ങനെ ക്രിബ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. 6th മിനിറ്റ് ഡാഡി എണീറ്റ് അടുത്ത് എന്താണ് ചെയ്യാനുള്ളത് അതിൽ അങ്ങനെ ഭയങ്കര മോട്ടിവേഷനോട് കൂടെ പോകും. ആരും പുറകെ നിന്നൊരു ഫോഴ്സ് ചെയ്യോ ഒരു പുഷ് കൊടുക്കോ മോട്ടിവേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, തനിയെ അത് ബിൽഡ് ചെയ്ത് പോകും. അപ്പോൾ ആ ഒരു ക്വാളിറ്റി ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കാറുണ്ട്. അപ്പം അതെന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ഡൗൺ ആവാതെ മുന്നോട്ട് പോകാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അമ്മയുടെ ഞാൻ എപ്പോഴും അൺഡൗട്ടഡ്ലി പറയുന്നൊരു കാര്യമാണ്, അമ്മ ഭയങ്കര ഫിയേഴ്സ്ലി ഇൻഡിപെൻഡൻ്റ് ഒരു ലേഡിയാണ്. ഓരോ സർക്കംസ്റ്റാൻസിലും ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് ടച്ചോടെ അമ്മയ്ക്ക് അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകേണ്ടി വന്നിട്ടുണ്ട്. അതെ, ഇപ്പോഴും ഞങ്ങളുടെ വെഡ്ഡിങ്ങിന്റെ സമയത്തും എല്ലാവരുടെയും ഒരു സർക്കാസം അതായിരുന്നു, ഇനിയിപ്പം അർജുൻ നോയിക്കോളുമല്ലോ താരെ നമ്മുടെ കൂടെ വന്ന. അപ്പം എല്ലാവർക്കും അങ്ങനെ ഒരു ഐഡിയ ഉണ്ട്. പൊതുവെ നമ്മുടെ സൊസൈറ്റി പെൺകുട്ടികളുടെ വീട്ടുകാരെ ഗ്രൂം നോക്കുന്നത് അങ്ങനെ അക്സെപ്റ്റ് ചെയ്ത് വന്നിട്ടില്ല എപ്പോഴും. പക്ഷെ ടിൽ നൗ അമ്മയുടെ കാര്യങ്ങൾ അമ്മ തന്നെയാണ് ചെയ്യുന്നത്, അമ്മ തനിയാണ് താമസിക്കുന്നത്. ഞങ്ങളുടെ അടുത്ത് ഇങ്ങോട്ട് ഒരു ആവശ്യം പറഞ്ഞ് ഇതുവരെയായിട്ടും അമ്മ വന്നിട്ടില്ല. ഇപ്പൊ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞപ്പോൾ ഇപ്പൊ 4th ഇയർ ആവുന്നു. 4 വർഷത്തിൽ ഒരിക്കൽ പോലും. ഇതിനിടയ്ക്ക് അമ്മയ്ക്ക് മേജർ സർജറി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടും പുള്ളിക്കാരി പെട്ടെന്ന് തന്നെ വർക്കിന് റീജോയിൻ ചെയ്യും. അപ്പം നമ്മളൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ ചെയ്യണ്ട, നമ്മളൊക്കെ ഇല്ലേ നോക്കിക്കോളാം. പക്ഷെ തനിയെ അവനവന്റെ കാര്യം. അതെ, സല്യൂട്ട്. ആസ് എ ഡോട്ടർ എന്റെ വക സല്യൂട്ട്. ശരിക്കും ഇത് കാണുമായിരിക്കുമല്ലോ? അതെ, തീർച്ചയായിട്ടും കാണും.